ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് കാഴ്ചകളും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പാട്ടുമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് കമൻസുകളൊക്കെ വന്നു, ഹസ്ബൻഡിൻ്റെ പാട്ട് നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം കമൻറ്റൊക്കെ അയച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഒരു തനിനാടൻ കപ്പ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കപ്പ ബിരിയാണി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും കുറേ മെനക്കേടൊക്കെ കാണും ഇതൊക്കെ വെച്ച് വരാനെന്ന്. പക്ഷേ വളരെ സിമ്പിളാണ് കപ്പ ബിരിയാണി വെക്കാൻ, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ കപ്പ വേവിച്ചതും പിന്നെ ബീഫ് കറിയും ഒക്കെ സെപ്പറേറ്റ് വെക്കുന്നതിൻ്റെ അത്രയും പോലും ടൈം നമുക്ക് കപ്പ ബിരിയാണി വെക്കുന്നതിന് വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണണം. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണിയിലേക്ക് ഞാനിവിടെ ഒരു 3/4 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഈ കപ്പ നമ്മൾ ആദ്യം 2 വെള്ളത്തിലാണ് ഈ കപ്പ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളത്തിൽ ചെറിയൊരു വേവാകുമ്പോൾ ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചാണ് നമ്മൾ ഈ കപ്പ എടുക്കുന്നത്. കാരണം ഈ കപ്പയിലാണെങ്കിൽ കട്ടുണ്ട്, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 വെള്ളത്തിൽ തിളപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ബീഫാണ്. 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ എല്ലോട് കൂടിയ ബീഫ് ആകുമ്പോൾ കപ്പ ബിരിയാണിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പം നമുക്ക് ആദ്യം ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ കപ്പയിലേക്ക് ഒരു 3 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പയൊന്ന് വേകുന്ന സമയത്തേക്ക് നമുക്ക് ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തത്. അത് ചതച്ചപ്പോൾ എനിക്ക് 3 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടി. അതിൽ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടി ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതാണ് വേവിച്ചെടുക്കുന്നത്. ബീഫിനകത്തു നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ബീഫ് ഒന്ന് വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 6 വിസിലൊക്കെ മതി. 6 വിസിലൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ബീഫൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം രണ്ടാമത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കപ്പയൊന്ന് വീണ്ടും വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ വെള്ളവും തിളച്ച് നമ്മുടെ കപ്പയൊന്ന് നല്ല വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫും 6 വിസിലൊക്കെ അടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ട് നമ്മുടെ ബീഫും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, പക്ഷേ പരുവത്തിന് വെള്ളമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ കപ്പയും റെഡിയായി, ബീഫും റെഡിയായി. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കി എടുക്കാം. അതിന് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കിന് അതിലേക്ക് കുറച്ച് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുന്നു. അതായത് ഒരു 2 ഏലക്കായും പിന്നെ ഒരു 2 പട്ടയും ഒരു 3 ഗ്രാമ്പുവും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ഒരു 3 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ആദ്യം ചേർക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം കടുകും പിന്നെ മസാലക്കൂട്ടും പിന്നെ വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുള്ളൂ, ബാക്കി ഒരു 10-16 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ കൊച്ചുള്ളി കൂടുതൽ ചേർക്കുന്നത് നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങളുടെ ഈ കൊച്ചുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സവാള എടുക്കാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിത് നന്നായിട്ടൊന്ന് വഴണ്ടൊന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ബാക്കി 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി സവാളയൊക്കെ ഒന്ന് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ ബിരിയാണിക്കൊരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഈ സമയത്തേക്ക് നമുക്കിതിലേക്ക് പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വീണ്ടും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ബീഫ് വേവിക്കാൻ കുറച്ച് പൊടികളൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇവിടെയും കുറച്ച് പൊടികൾ ചേർക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് നമ്മൾ വെന്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അതും നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്, പച്ചവെള്ളം ചേർക്കരുത്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വെന്താൽ മതി. നമ്മൾ വഴറ്റിയെടുത്ത ഉള്ളിയും ഈ വെന്ത് വെച്ച ബീഫും ഒക്കെ ഒന്ന് മിക്സായി വരുന്നിടം വരെ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. ഈ കപ്പയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് നമ്മൾ ഈ ബീഫും ആ മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, വെന്ത് പോയാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ കപ്പ ബിരിയാണി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ കപ്പയൊക്കെ ഒന്ന് കുറച്ച് കടിച്ച് തിന്നാനുള്ള രീതിയിൽ കിട്ടണം. അപ്പോൾ ആ ഒരു വേവിലേ നമ്മൾ കപ്പ വേവിക്കാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം, ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത് നമ്മുടെ കപ്പ ബിരിയാണി. കുറച്ചൊരു അയഞ്ഞ ഒരു മട്ടിലായിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാകും. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനിയപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.